കേരളത്തിലെ പ്രതിപക്ഷ മുന്നണിയാണ് UDF, ഐക്യജനാധിപത്യ മുന്നണി. ഐക്യജനാധിപത്യ മുന്നണിയുടെ കാര്യം വളരെ രസകരമാണ്. ഒരു പ്രഹേളിക തന്നെയാണ് ഐക്യജനാധിപത്യ മുന്നണി എന്ന UDF. നമ്മൾ സാധാരണ എല്ലാ രാഷ്ട്രീയ മുന്നണികളെയും പരിഗണിച്ചു പോയിക്കഴിഞ്ഞാൽ ആ മുന്നണിക്ക് നേതൃത്വം നൽകുന്നത് ആ മുന്നണിയിലെ ഏറ്റവും വലിയ പാർട്ടി. ആ പാർട്ടിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മുന്നണി ഏത് സംസ്ഥാനത്താണോ ആ സംസ്ഥാനത്ത് ഒറ്റയ്ക്ക് മത്സരിച്ചാൽ ജയിക്കാൻ പറ്റുന്ന പാർട്ടിയായിരിക്കും ആ മുന്നണിക്ക് നേതൃത്വം നൽകുന്നത്. എന്നാൽ UDFിലേക്ക് വന്നു കഴിഞ്ഞാൽ അങ്ങനെയല്ല കാര്യങ്ങൾ. ഒറ്റയ്ക്ക് മത്സരിച്ചു കഴിഞ്ഞാൽ ജയിക്കുമെന്ന് ഉറപ്പില്ലാത്ത കോൺഗ്രസ് ആണ് കേരളത്തിലെ UDFിന് നേതൃത്വം നൽകുന്നത്. അവരാണ് ഒന്നാം സ്ഥാനത്ത്. ഏറ്റവും കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കുന്നതും അവർ തന്നെയാണ്. UDFിൽ ഒറ്റയ്ക്ക് മത്സരിച്ചു കഴിഞ്ഞാൽ സീറ്റുകൾ ഉറപ്പിക്കാൻ പറ്റുമെന്ന് പരിപൂർണമായി 100% ഉറപ്പു പറയാൻ പറ്റുന്ന പാർട്ടി മുസ്ലിം ലീഗ് മാത്രമാണ്. അവർക്ക് മലപ്പുറത്തും കാസർഗോഡും പിന്നെ ഒരു പരിധി വരെ കോഴിക്കോടും ചില പോക്കറ്റുകളിൽ പാലക്കാടും അവർക്ക് ഒറ്റയ്ക്ക് മത്സരിച്ചു കഴിഞ്ഞാൽ ആ സീറ്റുകളിൽ കോൺഗ്രസ് മത്സരിച്ചാൽ പോലും ലീഗിന് സീറ്റ് ഉറപ്പിക്കാൻ പറ്റും. അങ്ങനത്തെ പോക്കറ്റുകൾ അവർക്കുണ്ട്. പ്രത്യേകിച്ച് മലബാറിലും വടക്കൻ കേരളത്തിലും വടക്കൻ മലബാറിലും വ്യക്തമായ സ്വാധീനം ലീഗിനുണ്ട്. ലീഗിന് ഒറ്റയ്ക്ക് മത്സരിച്ചു കഴിഞ്ഞാൽ ജയിക്കും. എന്നാൽ കോൺഗ്രസിന്റെ കാര്യം അങ്ങനെയല്ല. കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിച്ചു കഴിഞ്ഞാൽ ജയിക്കുമെന്ന് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. അവർ തോൽക്കുക തന്നെ ചെയ്യും. ചില മണ്ഡലങ്ങളിൽ UDFിനെ മൊത്തത്തിൽ തോൽപ്പിക്കാമെന്നുള്ള വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ജയിക്കാനുള്ള സാധ്യത എങ്ങുമേ ഇല്ല. ആ സമയത്താണ് കോൺഗ്രസ് തന്നെ UDFിനെ കേരളത്തിൽ ലീഡ് ചെയ്യുന്നത്. ദേശീയ പാർട്ടിയാണ്, ദേശീയ തലത്തിൽ വളരെ സ്വാധീനമുള്ള പാർട്ടിയാണെന്ന രീതിയിൽ തന്നെയാണ് ലീഗ് അത് വകവച്ചു കൊടുക്കുന്നത്. അതൊരു അടിമത്തത്തിലേക്ക് മാറിയിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സുപ്രധാനമായ കാര്യമാണ്. വിദ്യാർത്ഥി തലത്തിൽ സർവമാന കൺട്രോളും MSFനാണ്, അതായത് ലീഗിന്റെ വിദ്യാർത്ഥി സംഘടനയ്ക്കാണ്. KSU അവിടെ ചുമ്മാ കാണത്ത് മാത്രമേ ഉള്ളൂ. KSUവിനെ പോലും തല്ലി തങ്ങളുടെ ലൈനിലേക്ക് വരുത്തിയെടുക്കാൻ MSFന് പലയിടത്തും സാധിക്കുന്നുണ്ട്. അതിനെതിരെ KSUവിന് പ്രശ്നമുണ്ട്. യൂത്ത് കോൺഗ്രസിനെ ഒരു പരിധി വരെ യൂത്ത് ലീഗുകാർ തല്ലി വഴിക്കെത്തിക്കുന്നുണ്ട്. പക്ഷേ രാഷ്ട്രീയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇലക്ഷൻ രാഷ്ട്രീയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ലീഗിന് കോൺഗ്രസിനെ അങ്ങനെ തല്ലി നിലക്ക് നിർത്താൻ സാധിച്ചിട്ടില്ല. അതിന് ഏറ്റവും സുപ്രധാന ഉദാഹരണമാണ് ഇപ്പോൾ വരാനിരിക്കുന്ന തദ്ദേശ ഇലക്ഷനിൽ തെക്കൻ കേരളത്തിൽ ലീഗിന് സീറ്റേ ഇല്ല. ജില്ലാ പഞ്ചായത്തിലേക്കുള്ള തെക്കൻ കേരളത്തിലെ സ്ഥാനാർത്ഥി നില പരിശോധിച്ചു കഴിഞ്ഞാൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് ലീഗിന് സീറ്റുകളൊന്നുമില്ല. ഐക്യജനാധിപത്യ മുന്നണിയിൽ UDFിൽ ലീഗിന് തെക്കൻ കേരളത്തിൽ സീറ്റുകളെ ഇല്ല. പരിപൂർണമായി അവഗണിച്ചു. കോട്ടയം ജില്ലയിൽ ഒരു സീറ്റ് കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ആ സീറ്റിൽ മത്സരിക്കാൻ ആളെ കിട്ടാത്തതുകൊണ്ട് ലീഗിന് സീറ്റ് തിരിച്ചു കൊടുക്കേണ്ടി വന്നു എന്നാണ് പുറത്തു വരുന്ന കഥ. എന്ന് വെച്ചാൽ ലീഗിന് പ്രായോഗികമായി മത്സരിക്കാൻ പറ്റുന്ന സീറ്റുകളൊന്നും കൊടുത്തില്ല. പരിപൂർണമായി അവഗണിച്ചിരിക്കുകയാണ്. മലബാറിലാണെങ്കിൽ ലീഗില്ലാതെ കോൺഗ്രസിന് വിജയിക്കാനേ പറ്റത്തില്ല. ലീഗില്ലെങ്കിൽ മുന്നോട്ട് നീങ്ങാൻ പറ്റത്തില്ല, ഇലക്ഷൻ പ്രചാരണം നടത്താൻ പറ്റത്തില്ല. ആ സമയത്താണ് തെക്കൻ കേരളത്തിൽ ലീഗിനെ പരിപൂർണമായിട്ടും കോൺഗ്രസ് അവഗണിക്കുന്നത്. ലീഗിനെ അപമാനിച്ചുവെന്നാണ് ചില ലീഗ് പ്രവർത്തകർ പരസ്യമായിട്ടും രഹസ്യമായിട്ടും പറയുന്നത്. അത്രമാത്രം വിഷമം പലർക്കുമുണ്ട്. ചിലരാണെങ്കിൽ പറയുന്ന കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദിച്ചു മേടിക്കാൻ കഴിവുള്ള നേതാക്കൾ തെക്കൻ കേരളത്തിൽ ലീഗിന് ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ദുർഗതി, ഇങ്ങനത്തെ ഒരു അവസ്ഥ അവർക്ക് വന്നത് എന്നാണ് അവർ പറയുന്നത്. മാത്രമല്ല ലീഗ് ഇല്ലാത്ത ആ സ്പേസിലേക്ക് SDPI, ജമാഅത്ത് ഇസ്ലാമി പോലെ തീവ്ര വർഗീയ സംഘടനകൾ വളർന്നു വരികയും ചെയ്യുന്നുണ്ടെന്നാണ് എല്ലാവരും വ്യക്തമാക്കുന്നത്. ആ സ്പേസ് കഴിവതും കുറയ്ക്കാൻ വേണ്ടി ലീഗിന്റെ വളർച്ച അത്യന്താപേക്ഷിതമാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ ലീഗിനെ വളർത്താൻ, ലീഗിന് വളർന്നു വരാൻ എന്തായാലും കോൺഗ്രസ് സമ്മതിക്കത്തില്ല. അങ്ങനെയാണ് കാര്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ലീഗിനെ അവമാനിച്ചു എന്ന് എടുത്തു തന്നെ പറയാം. തെക്കൻ കേരളത്തിലേക്ക് ലീഗിന് യാതൊരു സാധ്യതയും, തെക്കൻ കേരളത്തിലേക്ക് ലീഗ് വരണ്ട എന്ന് തന്നെ കോൺഗ്രസ് പറഞ്ഞു എന്ന് നമുക്ക് അനുമാനിക്കുകയും ചെയ്യാം. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ലീഗിന്റെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ഇപ്പോൾ അവസാനിച്ചിട്ടുള്ളത്. എന്തൊക്കെയായാലും ലീഗിന് തെക്കൻ കേരളത്തിൽ സീറ്റില്ല.